ഞാൻ എല്ലാ പ്രാവശ്യം LGBTQ കുറിച്ച് പറയാറുണ്ട്. LGBTQ കുറിച്ച് ഞാൻ ഇത്രയും നാൾ പറഞ്ഞത് ഞാൻ മാറ്റാൻ പോലുള്ള LGBTQ മെന്റൽ ഇൽനെസ് ഓക്കെ. ഞാൻ എല്ലാ വീഡിയോസിലും പല രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയേട്ടൻ ഇങ്ങനെയാണ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ വന്നിരുന്നു പറയും. പക്ഷെ അത് മെന്റൽ ഇൽനെസ് ഒന്നും അല്ല കേട്ടോ, ശുദ്ധ വിവരമില്ലായ്മ. കുട്ടിയേട്ടന് നമ്മൾ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം കാര്യമില്ല. എന്നാൽ നമുക്ക് അങ്ങോട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കാം. LGBTQ എന്നത് ഒരു മെന്റൽ ഇൽനെസ് ആണെന്ന് ഒന്ന് തെളിയിക്കാമോ കുട്ടേട്ട? അല്ലെങ്കിൽ നാളെ കുട്ടേട്ടന് മാനസിക പ്രശ്നമാണെന്ന് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലൊക്കെ പറഞ്ഞു നടന്ന ചേട്ടന് പോയി ചോദിക്കാൻ പറ്റത്തില്ല തെളിയിക്കടാ എന്ന്. പണ്ട് കുട്ടേട്ടന് റിയാക്ട് ചെയ്തപ്പോൾ കുട്ടേട്ടന് ഇട്ടൊരു മറുപടിയാണ്. അല്ല കുട്ടേട്ട, ഇപ്പൊ ആരായി ഹേറ്റൊക്കെ സ്പ്രെഡ് ചെയ്യുന്നേ? കൂടുതൽ വീഡിയോസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ സ്ട്രോങ് ആയി വരുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നന്മ നിറഞ്ഞ കുട്ടേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. LGBTQ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് മാനസിക പ്രശ്നമാണ് ഓക്കെ, അതെനിക്ക് പറയാൻ ഒരു മടിയില്ല. ഞാൻ ഇവിടെ വേണമെന്ന് പറയും. കുട്ടേട്ടൻ പറയുന്നത് കേട്ടല്ലോ, LGBTQകാരെല്ലാം ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോ അപ്പീൽ. പക്ഷെ തെളിവൊന്നും ചോദിക്കും. കുട്ടേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്തോളാം. ബില്ലൊന്നും വാങ്ങിക്കാറില്ല, നമ്മൾ പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. കുട്ടേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ കുട്ടേട്ടാ, നിങ്ങൾ ഈ പറയുന്നത് വിവരമില്ലായ്മയാണ്. ഞങ്ങൾക്കിത് എവിടെയും വന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതെല്ലാം കുട്ടേട്ടന്റെ വീഡിയോയിൽ തന്നെ ഉണ്ട്. കുറച്ച് ബോറടിച്ച് എന്നാ പിന്നെ കുറച്ച് അറ്റൻഷൻ അയക്കാം. ഞാൻ LGBTQ ഞാൻ ജെൻഡർ മാറുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ അറ്റൻഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മാനസിക പ്രശ്നമാണ്. കുട്ടേട്ടാ, ഈ ജെൻഡർ മാറുന്നതല്ല അറ്റൻഷൻ സീക്കിങ്. ഇതേ ഏട്ടൻ ഇപ്പൊ ഇരുന്ന് ഒന്നും അറിയാതെ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറയുന്നില്ലേ, അതാണ് അറ്റൻഷൻ സീക്കിങ്. ഇപ്പൊ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കുട്ടേട്ടൻ പറയും, സൊസൈറ്റി അതുപോലെ തീരുമാനിക്കും. ആണ് പെണ്ണ് കഴിഞ്ഞു, 2 ജെൻഡർ, പിന്നെയുള്ളത് മാനസിക രോഗം. അപ്പോ ഇവിടെ 2 തരം മനുഷ്യരുണ്ട്. ഒന്ന് വിവരമുള്ളവരും, പിന്നെ കുട്ടേട്ടന്മാരും.